പ്രതിരോധ രംഗത്ത് നിന്നുള്ള രണ്ട് സന്തോഷകരമായ വാർത്തയാണ്. ഒന്നാമത്തേത്, ഇന്ത്യയുടെ പുതിയ തേജസ് MK-1A തയ്യാറെടുക്കുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രവർത്തന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വികസിപ്പിച്ചെടുത്ത തേജസ് MK-1ൻ്റെ മെച്ചപ്പെടുത്തിയ പതിപ്പായ തേജസ് MK-1A വിമാനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷിയിൽ ഒരു സുപ്രധാന വികസനമായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 2025 ജൂലൈ അവസാനത്തോടെ ആദ്യത്തെ തേജസ് MK-1A യുദ്ധവിമാനം പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് അതിൻ്റെ പുതിയ നാസിക് ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്നാണ് MK-1A യുദ്ധവിമാനം പുറത്തിറക്കുന്നത്. HAL നിർമ്മാണത്തിൻ്റെ തുടക്കത്തിൽ നാസിക് യൂണിറ്റ് പ്രതിവർഷം 8 വിമാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമെന്നും 2026 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 3 മുതൽ 4 വരെ ജെറ്റുകൾ വിതരണം ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ റിപ്പോർട്ട് അനുസരിച്ച് HALൻ്റെ ബാംഗ്ലൂരു ഫെസിലിറ്റി 2025 ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആദ്യത്തെ MK-1A യൂണിറ്റ് കൈമാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. MK-1A യുദ്ധവിമാനത്തെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട പ്രധാന കാര്യങ്ങൾ ഇതാണ്. തേജസ് MK-1Aയും തേജസ് MK-1ഉം തമ്മിൽ എന്താണ് വ്യത്യാസം? തേജസ് MK-1A വിമാനം തേജസ് MK-1ൻ്റെ മെച്ചപ്പെടുത്തിയ പതിപ്പാണ്. വ്യോമസേനയുടെ പ്രവർത്തന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വികസിപ്പിച്ചെടുത്ത MK-1A എയർ ടു എയർ റീഫ്യൂവലിംഗ് ശേഷിയും സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് വാർഫെയർ സിസ്റ്റങ്ങളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് ആധുനിക യുദ്ധ സാഹചര്യത്തിൽ സുരക്ഷിതമായ ആശയവിനിമയങ്ങളെയും ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷേഴ്സിനെയും പിന്തുണയ്ക്കുന്നു. തേജസ് MK-1A എങ്ങനെയാണ് തേജസ് MK-1 യുദ്ധവിമാനത്തേക്കാൾ മികച്ചതാവുന്നത്? ഏറ്റവും പ്രധാനമായി തേജസ് MK-1Aക്ക് അതിൻ്റെ മുൻഗാമിയായ MK-1 ജെറ്റിനേക്കാൾ 40-ലധികം മെച്ചപ്പെടുത്തലുകളുണ്ട്. ഫ്ലൈറ്റ് സ്ഥിരതയും പ്രതികരണശേഷിയും മെച്ചപ്പെടുത്തുന്നതിനായി നവീകരിച്ച ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ കമ്പ്യൂട്ടർ, എൽറ്റ സിസ്റ്റംസിൽ നിന്നുള്ള ELM 2052 ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറിൻ്റെ സംയോജനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. LCA തേജസ് MK-1Aയുടെ ആദ്യ സെൻറ്റർ ഫ്യൂസലേജ് HALന് ലഭിച്ചു. LCA തേജസ് MK-1A ഫൈറ്റർ ജെറ്റിൻ്റെ ഒരു സുപ്രധാന സംഭവ വികാസത്തിൽ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് MK-1Aയുടെ ആദ്യ സെൻറ്റർ ഫ്യൂസലേജ് അസംബ്ലി ഈ വർഷം മെയ് മാസത്തിൽ മെസേഴ്സ് VEM ടെക്നോളജീസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കൈമാറി. IANS വാർത്താ ഏജൻസി നടത്തിയ റിപ്പോർട്ട് അനുസരിച്ച് LCA തേജസിനായി ഒരു പ്രധാന സബ് അസംബ്ലി ഒരു സ്വകാര്യ ഇന്ത്യൻ കമ്പനി കൈമാറുന്നത് ഇതാദ്യമാണെന്ന് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. HAL ഈ ഔട്ട്സോഴ്സിംഗ് മോഡൽ ഭാവി പദ്ധതികളിലേക്ക് വ്യാപിപ്പിക്കാൻ പദ്ധതിയിടുന്നു. ഇന്ത്യൻ വ്യവസായത്തിൻ്റെ വൈദഗ്ധ്യത്തോടെ അതിൻ്റെ ഇൻഹൗസ് ശേഷി മെച്ചപ്പെടുത്തുന്നു. രണ്ടാമത്തെ സന്തോഷകരമായ വാർത്ത, അന്തർവാഹിനികളെ തകർക്കാൻ ഉപയോഗിക്കുന്ന ഒരു റോക്കറ്റ് സംവിധാനം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് എക്സ്റ്റെൻഡഡ് റേഞ്ച് ആൻറ്റി സബ്മറൈൻ റോക്കറ്റ് ERASR. ഇതാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത്. ഇത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച റോക്കറ്റാണ്. INS കവറത്തി എന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിൽ നിന്നാണ് ഈ റോക്കറ്റിൻ്റെ പരീക്ഷണം നടന്നത്. നമ്മുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ആണ് ഈ റോക്കറ്റും വികസിപ്പിച്ചത്. DRDOയുടെ ഭാഗമായ ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽ റിസർച്ച് ലാബോറട്ടറി, നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലാബോറട്ടറി എന്നിവ സംയുക്തമായിട്ടാണ് ഈ റോക്കറ്റ് വികസിപ്പിച്ചത്. ഈ റോക്കറ്റ് പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച റോക്കറ്റാണ്. ഇതിന് ഇരട്ട റോക്കറ്റ് മോട്ടറാണുള്ളത്. ഈ റോക്കറ്റിൻ്റെ പ്രധാന സവിശേഷത അതിൻ്റെ കൃത്യതയും പ്രകടനത്തിലെ സ്ഥിരതയുമാണ്. ആകെ 17 റോക്കറ്റുകൾ വിക്ഷേപിച്ച് പരീക്ഷണം നടത്തിയപ്പോൾ മേൽപ്പറഞ്ഞ പോലെ കൃത്യതയും പ്രകടനത്തിലെ സ്ഥിരതയും വ്യക്തമായിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ റോക്കറ്റിൻ്റെ വിജയകരമായ പരീക്ഷണത്തെ തുടർന്ന് ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു. ഈ റോക്കറ്റ് ഉടനെ തന്നെ നമ്മുടെ നാവികസേനയുടെ ഭാഗമാകും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ.
ഈ റോക്കറ്റിൽ പരീക്ഷിച്ചുറപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാര്യക്ഷമതയും വേഗതയും ദൂരവും പോർമുനയുടെ പ്രവർത്തനക്ഷമതയും ഒക്കെയാണ്. ഈ റോക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രതിരോധ പങ്കാളികൾ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് എന്നീ പ്രതിരോധ കമ്പനികളാണ്. സാധാരണഗതിയിൽ നമ്മൾ അന്തർവാഹിനികളെ ആക്രമിക്കാനായി കൂടുതലും ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ടോർപിഡോകളും മിസൈലുകളുമൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ ചില രാജ്യങ്ങളെങ്കിലും റോക്കറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. ഇത്തരം റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അന്തർവാഹിനികൾ ഉള്ള സ്ഥലത്ത് ഡെപ്ത് ചാർജറുകൾ നിക്ഷേപിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. സമുദ്രത്തിലെ ഒരു സ്ഥലത്ത് മുൻകൂട്ടി നിശ്ചയിച്ച ആഴത്തിൽ നിക്ഷേപിക്കുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച ആയുധമാണ് ഡെപ്ത് ചാർജറുകൾ. ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് അന്തർവാഹിനികളെ ആക്രമിക്കാനായിട്ടാണ്. മാത്രവുമല്ല, മേൽപ്പറഞ്ഞ പോലെ ടോർപിഡോകളും മിസൈലുകളെയും അപേക്ഷിച്ച് ഇത്തരം റോക്കറ്റുകൾ വലിയ ദൂരത്തേക്ക് ആക്രമണം നടത്താനാകില്ല എന്നൊരു പോരായ്മയും ഉണ്ട്.